സോഷ്യോളജി 171 ഇഗ്നുവിന്റെ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ഡിസ്കസ് ചെയ്യായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ നമ്പർ 4 ഇങ്ങനെയായിരുന്നു: ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദി ഇക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് വേൾഡ്. ഗ്രാമവും പുറം ലോകവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ്? കൊളോണിയൽ കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിയാക്കിയതിനു ശേഷം അതിനുശേഷം കൊളോണിയൽ കാലഘട്ടത്തിന് മുന്നിലുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ കമ്പോളങ്ങൾ എങ്ങനെയായിരുന്നു? ഇന്ത്യൻ ഗ്രാമീണ കമ്പോളങ്ങൾ എങ്ങനെയായിരുന്നു? അത് വെറും ക്യാപിറ്റലിസ്റ്റ് കമ്പോളങ്ങളെ പോലെ ആയിരുന്നില്ല. അത് പിന്നെയോ അത് കുറെയൊക്കെ എന്റർടൈൻമെന്റിന്റെയും സോഷ്യൽ ഗ്യാതറിങ്ങിന്റെയും കൂടി ഒരിടമായിരുന്നു. വെറും സാധന സേവനങ്ങളുടെ എക്കണോമിയുടെ ഒരിടം മാത്രമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവിടെ ഇന്ത്യൻ സമൂഹത്തില് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അവരൊക്കെ ഓരോരോ തൊഴിലുകൾ ചെയ്തിരുന്നത് ദളിതർ അവരുടെ താഴെയായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം ഇവിടുത്തെ എക്കണോമിക് സ്ട്രക്ചർ വില്ലേജിലേത് പലപ്പോഴും നല്ല ഫലഭൂയിഷ്ഠതയുള്ള മണ്ണുള്ള സ്ഥലങ്ങളിൽ നല്ല കൃഷിക്ക് അടിത്തറയുണ്ടായിരുന്നു. എത്രയൊക്കെ പുറം ലോകവുമായി ടൗണുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആ ഗ്രാമത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. എന്നാൽ പട്ടണങ്ങളോട് തൊട്ടരികിൽ ചേർന്ന് കിടന്ന ഗ്രാമങ്ങൾ പലപ്പോഴും പട്ടണത്തിന്റെ സ്വഭാവം ചെറുതായി കാണിച്ചു തുടങ്ങി. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോ എന്നാൽ 100% ജാതീയമായ വേർതിരിവോടുകൂടി അല്ല ഒക്കുപേഷണൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. അതൊക്കെ പതിയെ മാറി ഗ്രാമങ്ങളിൽ നിന്ന് പുറം ലോകത്തേക്ക് പണി തേടിയും മറ്റു കാര്യങ്ങൾക്കുമായിട്ടും ഒക്കെ അവര് പോയി. പട്ടണങ്ങളുടെ കുറച്ച് ഡൈവേഴ്സിറ്റികളൊക്കെ ഗ്രാമങ്ങളിൽ വന്നു. പട്ടണങ്ങളും അർബൻ ലൈഫും കുറെയൊക്കെ അതിന് വ്യത്യാസം വന്നു എന്നൊക്കെ പറഞ്ഞു. വേൾഡ് വാർ ഒക്കെ വന്നപ്പോഴേക്കും ഇന്ത്യൻ എക്കണോമിയെ അത് ലോക സമ്പദ് വ്യവസ്ഥയുമായി കോളനി വൽക്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥ കൂട്ടിയിണക്കി. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ലോക വിപണി ഇന്ത്യൻ കർഷകന് മുമ്പിൽ തുറന്നു കിട്ടി. വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടിട്ടാണെങ്കിലും കുറഞ്ഞ വിലയ്ക്കാണെങ്കിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലേക്ക് ജൂട്ട്, കോട്ടൺ പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വേൾഡ് മാർക്കറ്റിലേക്ക് കയറ്റി അയക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി രൂപപ്പെട്ടു വന്നു എന്നുള്ളത് ഇത് കൊളോണിയലിസത്തിന്റെ ഭാഗമാണ്. പക്ഷെ വേൾഡ് വാർ 1 വന്നപ്പോഴേക്കും പുതിയ സാമ്പത്തിക അവസരങ്ങൾ അതും ഗ്രാമീണർക്ക് മുമ്പിൽ തുറന്നു കിട്ടി എന്ന് പറഞ്ഞു. അത് അവർക്ക് വൈഡർ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് കൂടുതൽ കണക്ടിവിറ്റി കിട്ടി എന്നതാണ് വേൾഡ് വാർ 1 സമയത്തുണ്ടായ ഒരുപാട് ആക്ടിവിറ്റികൾ വർദ്ധിച്ചപ്പോൾ അത് ഇന്ത്യൻ എക്കണോമിയെയും ഇന്ത്യൻ വില്ലേജസിനെയും വൈഡർ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ കാര്യമായി. കാരണം വേൾഡ് വാർ 1 സമയത്ത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനും ഫുഡ് ഗ്രെയിൻസിനും ഒക്കെ വലിയ ഡിമാൻഡ് ഉണ്ടായി. കോട്ടനും ജൂട്ടിനും ഒക്കെ ഗ്രാമീണർക്കാണ് അതിന്റെ ബെനിഫിറ്റ് കുറേയൊക്കെ കിട്ടിയത്. ഉൽപ്പന്നങ്ങളുടെ വിലകളും മറ്റുമൊക്കെ വർദ്ധിച്ചു തോതിൽ അവർക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടി. മാത്രമല്ല വാർ സമയത്ത് കണക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സൈന്യത്തിന് സുഗമമായി സഞ്ചരിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പുതിയ പാലങ്ങൾ, റോഡുകൾ എന്നിവയൊക്കെ നിർമ്മിക്കപ്പെട്ടു. ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ തമ്മിൽ കണക്റ്റഡ് ആവാനായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹായിച്ചു. അതിന്റെ ബെനിഫിറ്റും ഗ്രാമങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കൂടിയ സൗകര്യങ്ങൾ ഇന്ത്യൻ ഗ്രാമീണർക്ക് കിട്ടാനായിട്ട് അർബൻ സെന്ററുമായിട്ട് വില്ലേജ് സെന്ററിനെ കണക്ട് ചെയ്യാനായിട്ട് ഇത് കാരണമായി എന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എസ് ദുബെ പഠിച്ച ചില ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ് അതും നമ്മൾ ചർച്ച ചെയ്തു പോയായിരുന്നു. അദ്ദേഹം പഠിച്ചത് നമുക്കറിയാം, ഷമീർപേട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഗ്രാമീണരുടെ കാര്യമാണ് എസ് ദുബെ പഠിച്ചത്. അവിടെ ഉണ്ടായ റൂറൽ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസിന് ഏത് തരത്തിലുള്ളതായിരുന്നു? ഹൈദരാബാദിലെ ഒരു ഷമീർപേട്ട് എന്ന് പറയുന്ന ഗ്രാമം നമുക്കറിയാം. ചാർമിനാറിന് അടുത്തുള്ള അലക്കുകാരെ കുറിച്ചാണ് അദ്ദേഹം പോലുള്ള ചെറിയ ഗ്രൂപ്പുകളെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്. അതുപോലെ തന്നെ 1955 മക്കിമേരിയോട്ട് എന്ന് പറയുന്ന മറ്റൊരു സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് അദ്ദേഹവും പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉത്തർപ്രദേശിലെ കിഷൻഗറി എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചാണ്, അലിഗഡ് ഡിസ്ട്രിക്റ്റിലാണ് ഈ കിഷൻഗറി എന്ന ഗ്രാമമുള്ളത്, അതേക്കുറിച്ച് പഠിച്ചാണ്. അത് നമ്മൾ ചർച്ച ചെയ്തു. അവിടുത്തെ ബ്രാഹ്മിൺ പ്രസിഡന്റ്, അതുപോലെ തന്നെ ബാർബർ, പോട്ടർ, കാർപ്പൻറ്റർ, വാഷർ വുമൺ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് സ്വീപ്പേഴ്സ് കുറച്ച് പഠിച്ചു. അവരൊക്കെ പുറത്ത് എവിടെയോ ടൗണുകളിലൊക്കെ പോയി 10-15 വില്ലേജുകളിൽ നിന്നും പോയിട്ട് 10-15 സ്ഥലങ്ങളിലൊക്കെ പോയി പണിയെടുക്കുന്നുണ്ട്. അവരുടെ ഇൻകത്തിന്റെ പകുതിയോളം വരുമാനം പുറത്തുള്ള ജോലികളിൽ ചെയ്ത് അവർ സമ്പാദിച്ച് ഗ്രാമത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യം കിഷൻഗർഹിയിലെ കാര്യം പറഞ്ഞായിരുന്നു. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർണാടകക്കാരനായിട്ടുള്ള പ്രൊഫസർ MN ശ്രീനിവാസന്റെ പഠനമാണ്. അദ്ദേഹം നടത്തിയ പഠനം അനുസരിച്ച് രാംപുർവ എന്ന് പറയുന്ന കർണാടകയിലെ ഗ്രാമമാണ്. 1955 വാർ ടൈമില് ആ കർണാടകയിലെ ഒക്കലിക എന്ന് പറയുന്ന ജാതിക്കാർക്ക് വലിയ
പോപ്പുലേഷൻ കൂടുതലുള്ള വലിയ പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമാണ് ഈ ഒക്കലിക കർണാടകയിലെ. അവര് കർഷകരായിട്ടുള്ള ലാൻഡ് ഓണേഴ്സ് ഒക്കെയാണ് ഒക്കലികക്കാര്. അവിടുത്തെ അത്യാവശ്യം ജന്മികളൊക്കെയാണ്. തീർച്ചയായിട്ടും യുദ്ധകാലഘട്ടത്തിൽ റേഷനിങ് അങ്ങനെ ഷോർട്ടേജ് ഒക്കെ ഭക്ഷ്യ ക്ഷാമമൊക്കെ ഉണ്ടായപ്പോൾ റേഷനിങ് സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്തൊക്കെ ഭക്ഷണോൽപ്പന്നങ്ങൾക്ക് വലിയ വിലക്കയറ്റം ഉള്ളപ്പോൾ കരിഞ്ചന്തയിൽ വെച്ചൊക്കെ എന്ത് ചെയ്തു, വലിയ വിലയൊക്കെ വിറ്റൊക്കെ ഒരുപാട് പണം ഉണ്ടാക്കാനായിട്ടൊക്കെ ഇത്തരം ആളുകൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ആണ് സദേൺ കർണാടകയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒക്കലികയാണ് അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള ജന്മികള്. അവരാണ് കർഷകർ അവിടുത്തെ. ദ വാർ ടൈം പ്രോഫിറ്റ്സ് വെർ യൂസ്ഡ് ഇൻ ഡിഫറെന്റ് വേസ്. അങ്ങനെ യുദ്ധകാലഘട്ടത്തിൽ വലിയ ലാഭമൊക്കെ ഉണ്ടായി. ആ ലാഭങ്ങളൊക്കെ പല രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തി. ഈ ഒക്കലിക കാസ്റ്റുകാരുടെ കാര്യം പറഞ്ഞു. എൻ്റെ വില്ലേജ് വാസ് ഇലക്ട്രിക്. അവിടുത്തെ ഗ്രാമം തന്നെ കറണ്ട് പൂർണ്ണമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സമ്പൂർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തെരുവുകൾ അടക്കം. 2 റൈസ് മിൽസ് വർ സെറ്റപ്പ്. അന്നത്തെ കാലത്ത് ആവശ്യത്തിന് 2 വലിയ റൈസ് മില്ല് വേണ്ടി വന്നു. കാരണം കാർഷികോൽപ്പന്നം നെല്ലിന്റെ ഉൽപാദനം വളരെ അധികമായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റൈസ് മില്ലുകൾ അവിടെ ഉണ്ടാക്കി വന്നു. അന്നത്തെ കാലത്ത് ഒരു വലിയ സൗകര്യമാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള റൈസ് മില്ലുകൾ അവിടെ സ്ഥാപിച്ചു എന്നുള്ളത്, ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നു എന്നുള്ളത് ഒക്കെ ആ പണം ഉപയോഗിച്ചാണ് ഗ്രാമീണർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ബസ് ലൈൻസ് വർ ഓൾസോ സ്റ്റാർട്ടഡ് വിച്ച് മെയ്ഡ് കോൺടാക്ട് വിത്ത് ദ മൈസൂർ സിറ്റി മച്ച് ഈസിയർ. ബസ് ലൈനുകൾ സ്ഥാപിച്ചു. ഇത് മൈസൂർ സിറ്റിയുമായിട്ട് കൂടുതൽ എളുപ്പത്തിൽ കോൺടാക്ട് ഉണ്ടാകാൻ കാരണമായി. ദേ ഹാഡ് 1 foot in the village and another in the city. ഒരു ഫൂട്ട് വില്ലേജിലാണെങ്കിൽ വേറൊരു ഫൂട്ട് സിറ്റിയിലാണെന്ന് കളിയാക്കി പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കാല ഗ്രാമത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അവർക്ക് ഗ്രാമത്തില് വീടുണ്ടാവും, കുടുംബം ഉണ്ടാവും. പക്ഷെ അവർ പട്ടണത്തിൽ പോയിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കാര്യമായി ഏർപ്പെട്ട് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇൻ കുമ്പപ്പെട്ടി വില്ലേജ് വിച്ച് സിറ്റുവേറ്റഡ് ഇൻ ദ തഞ്ചാവൂർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട്. കുമ്പപ്പെട്ടി ഗ്രാമം നോക്കുക, തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ്. ആൻഡ് വാസ് സ്റ്റഡീഡ് ബൈ കെ ഗൗ ഇൻ 1955. The migration of members of the dominant Brahmin groups to towns for education and employment and the immigration in Kumbapatti of lower caste. കുമ്പപ്പെട്ടിയിൽ താണ ജാതിക്കാരുടെ ഇമിഗ്രേഷൻ ഉണ്ടായി ഫ്രം ദ നെയ്ബറിംഗ് ആൻഡ് ലെസ് ഫെർട്ടൈൽ ഏരിയാസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാൾ അവിടെ ഉയർന്ന ജാതിക്കാര് ബ്രാഹ്മണരൊക്കെയാണ് തമിഴ്നാട്ടിൽ അവിടെ ആ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പൈസ ഉണ്ടാകാന്ന് പറയുമ്പോൾ ബ്രാഹ്മണന്മാർ പലരും കൃഷിയിൽ നിന്ന് താല്പര്യം കുറഞ്ഞിട്ട് കൂടുതൽ വരുമാനം കിട്ടുന്ന പട്ടണങ്ങളിലെ തൊഴിലുകൾ തേടി പോയപ്പോൾ തൊട്ടടുത്തുള്ള ആ നല്ല ഫലഭൂയിഷ്ടമായ ഭൂമി ഇത്ര നാൾ ആരുടെ കയ്യിലായിരുന്നു? ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു. ആ ഭൂമി അവിടെ വെറുതെ കിടക്കുന്ന കണ്ടപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഗ്രാമങ്ങളിലെ കുറച്ച് താഴ്ന്ന ആൾക്കാരായിട്ടുള്ള ആൾക്കാർ, കൃഷിക്കാർ, ലോവർ കാസ്റ്റിൽപ്പെട്ടവര് നെയ്ബറിംഗ് ആയിട്ടുള്ള വില്ലേജസിൽ നിന്നൊക്കെ ഈ ലെസ് ഫെർട്ടൈൽ ഏരിയയിൽ അത്ര ഫലഭൂയിഷ്ടി ഇല്ലാത്തതാണ് അവരുടെ. കാരണം ഫലഭൂയിഷ്ടമായ ഭൂമി ഇത്ര നാൾ ആരുടെ കയ്യിലാ? ബ്രാഹ്മണരുടെ. അപ്പൊ ലെസ് ഫെർട്ടൈലായ ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ നേരെ ഇങ്ങോട്ട് കുമ്പപ്പെട്ടിയിലേക്ക് വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവര് കൃഷിക്ക് ഇറങ്ങി തിരിച്ചു. വൈഡർ എക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവരും കണക്റ്റഡ് ആയി എന്ന് പറയാം. ഇൻ ദ വില്ലേജ് ഓഫ് ഇനി യാദവ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ കഥയാണ്. ഡൽഹിയിലാണ് ഈ സംഭവം. ഇവിടെ എന്താ ചെയ്തത്? ഡൽഹിയുടെ അരികിലുള്ള പ്രാന്തപ്രദേശം, ഡൽഹി ഒരു പട്ടണമാണ് നമുക്കറിയാം. പട്ടണത്തിന് തൊട്ടരികിൽ ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഗ്രാമമാണ് അത്. പണ്ട് കാലത്ത് കാട് മേയ്ക്കുന്ന കന്നുകാലികളെ മേയ്ക്കുന്ന യാദവന്മാരാണ് അവിടെ താമസിച്ചിരുന്നത്. ഈ സ്ഥലമാണ്, ഈ ഗ്രാമമാണ് യാദവ്പൂർ എന്ന് പറയുന്നത്. അവിടെ പഠനം നടത്തിയ മറ്റൊരു ആന്ത്രപ്പോളജിസ്റ്റിന്റെ പേര് MSA റാവു എന്നാണ്. 1974 ഇദ്ദേഹം ഈ പഠനം നടത്തിയത്. അപ്പോ ഡൽഹിയിലെ ഈ മെട്രോപൊളിറ്റൻ നഗരത്തിന്റെ വലിയ പുരോഗതി നമുക്കറിയാം. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ 4 പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ സൃഷ്ടിയാണ് നടത്തിയത്: ബോംബെ, കൽക്കട്ട, ഡൽഹി, മദ്രാസ്. അതിൽ ഡൽഹി എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ നഗരം വലിയ കുതിപ്പോടുകൂടി വളർന്നപ്പോൾ അതേസമയം ബാക്കി എല്ലാ സ്ഥലങ്ങളും ഗ്രാമമായിട്ട് എടുക്കുകയാണ്, ഒരു പുരോഗതിയുമില്ല. ആ ഡൽഹിയുടെ പുരോഗതി ക്രിയേറ്റഡ് ഡൈവേഴ്സിഫൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മാർക്കറ്റ് ഗാർഡനിങ്. നോക്കുക, മാർക്കറ്റ് ഗാർഡനിങ് പോലുള്ള അവസരങ്ങള് അവിടെ ഉണ്ടായി. ഡയറി ഉൽപ്പന്നങ്ങള്, പൗൾട്രി ഫാമിംഗ്, കോഴി വളർത്തല്, ട്രേഡർ ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് അർബൻ എംപ്ലോയ്മെന്റ്, പിന്നെ കച്ചവടക്കാരുടെ പുരോഗതി, ഗതാഗതത്തിന്റെ പുരോഗതി ഒക്കെ തൊട്ടടുത്ത ഗ്രാമങ്ങളിലേക്ക്. യാദവ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി. നഗരത്തിലെ തൊഴില് മോഹിക്കുന്ന ഗ്രാമീണര്, ഇങ്ങനെയുള്ള പുതിയ പുതിയ കുറെ ചിത്രങ്ങള് ഈ യാദവ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തില് ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ജീവിതം മാറ്റപ്പെടുകയാണ്.
ഒരു പട്ടണം തൊട്ടരികിൽ നന്നായി ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ അത് ആദ്യം ഗ്രാമീണരുടെ ജീവിതത്തെയാണ് മാറ്റം വരുത്തുക എന്നത് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയാണ്. MS റാവുവിന്റെ 1974 ഈ പഠനമാണ്. കാരണം ഇത് ഈ ഡൽഹിയിലെ ഫ്രിഞ്ചിൽ കിടക്കുന്ന വില്ലേജാണ്. ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ അരികിൽ കിടക്കുന്ന വില്ലേജാണ് യാദവ്പൂർ. ടു സമം, ഇനി നമുക്കിതൊന്ന് ചുരുക്കി പറയട്ടെ. നമ്മൾ പറഞ്ഞു വന്ന ആശയങ്ങളെല്ലാം കൂടി we can say that the Indian village was not economically self-sufficient. എന്തിനാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ പൂർണ്ണമായും സ്വയം പര്യാപ്തമായിരുന്നെങ്കിൽ അവർ പട്ടണത്തിലേക്ക് ആശ്രയിച്ച് പോകുന്നത്? എല്ലായിടത്തും എല്ലാ ആന്ത്രപ്പോളജി റാവു നടത്തിയ പഠനമാണെങ്കിലും ശരി, അല്ല MN ശ്രീനിവാസൻ നടത്തിയ പഠനമാണെങ്കിലും ശരി, ദുബൈ നടത്തിയ പഠനമാണെങ്കിലും ശരി, എല്ലാ പഠനങ്ങളിലും ഒരു കാര്യം അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്യുകയാണ് ആന്ത്രപ്പോളജിസ്റ്റുകളുടെ എല്ലാവരുടെയും പഠനം. എന്താണ്? ഗ്രാമം സ്വയം പര്യാപ്തമായിരുന്നില്ല. എപ്പോഴും ഗ്രാമത്തിന് തൊട്ടരികിലുള്ള ഒരു പട്ടണത്തെ ആശ്രയിക്കേണ്ടി വന്നു. അത് തൊഴിൽ തേടിയിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി. ഇത് ഇപ്പോഴത്തെ കുഴപ്പമില്ല, അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ മുതലുള്ളതാണ്. വില്ലേജ് എക്കണോമിക്കലി സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നില്ല. വില്ലേജ് വാസ് നോട്ട് എക്കണോമിക്കലി സെൽഫ് സഫീഷ്യന്റ് ഈവൺ ഇൻ ദ ബ്രിട്ടീഷ് ടൈംസ്. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ, വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും വിച്ച് ബിഗാൻ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലാണ് തുടങ്ങിയത് ഇവിടെ എങ്കിലും ഗെയിൻഡ് മൊമെന്റം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതിന് കുതിപ്പ് കിട്ടിയില്ല. തുടങ്ങിയത് മാത്രമേ ബ്രിട്ടീഷുകാരുടെ മേന്മയായി നമുക്ക് പറയാനുള്ളൂ. അതിന് ഒരു മൊമെന്റം കിട്ടിയില്ല, അതിന് കുതിപ്പ് നൽകാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. കാരണം അവർക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വളർത്തുക എന്നത് അവരുടെ ലക്ഷ്യമല്ലായിരുന്നു. അതുകൊണ്ട് വി ഹാവ് മെയ്ഡ് പ്രോഗ്രസ്. അതുകൊണ്ട് ഈ വില്ലേജിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വിച്ച് ഹാവ് മെയ്ഡ് ദ വില്ലേജ് എ പാർട്ട് ഓഫ് ദ വൈഡർ എക്കണോമിക് നെറ്റ്വർക്ക്. അതുകൊണ്ട് ഈ ടൗണുമായി കണക്ട് ചെയ്ത് നിൽക്കാതെ ഗ്രാമത്തിന് പറ്റാതിരുന്നു. എന്നും ടൗണുമായി കണക്ട് ചെയ്ത് മാത്രമേ ഗ്രാമത്തിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ വില്ലേജ് എപ്പോഴും വൈഡർ എക്കണോമിക് നെറ്റ്വർക്കുമായി കണക്റ്റഡ് ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മുടെ ചോദ്യം അത് തന്നെ. പ്ലാൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി സൈഡ് ഹാസ് മെയ്ഡ് ഫർദർ പ്രോഗ്രസ് ഇൻ ദ റൂറൽ എക്കണോമി. ആസൂത്രിത വികസനം നാട്ടിൻപുറത്ത് വരുത്തിയപ്പോൾ ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പിന്നെയും പുരോഗതി ഉണ്ടാക്കി എന്നാണ് പറഞ്ഞു വരുന്നത്. വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ്, ഇനി ക്ഷേമവും പുരോഗതിയും. വെൽഫെയർ പ്രോഗ്രാംസ് ഗവൺമെന്റ് കൊണ്ടുവന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം, ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് കൊണ്ടുവന്നു. ഇതെല്ലാം എയിം ചെയ്തത് അഗ്രേറിയൻ മൂവ്മെന്റുകളിലൂടെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ. എന്ന് വെച്ചാൽ കൃഷിയുടെ മേഖലയിലാണ് ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത്. അഗ്രേറിയൻ, അതായത് ഭൂദാന പ്രസ്ഥാനം, ഭൂദാൻ മൂവ്മെന്റ്, കോഓപ്പറേറ്റീവ് ബാങ്കിങ്, സഹകരണ മേഖലയിൽ, ഇതൊക്കെ എന്താണ് ഗ്രാമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ. ലാൻഡ് റിഫോംസ്, ഭൂമി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, കൊമേഴ്ഷ്യൽ ഫാമിംഗ്, വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം സമ്പ്രദായങ്ങൾ, പുതിയ കാർഷിക സമ്പ്രദായങ്ങൾ, ഇതൊക്കെ പഞ്ചവത്സര പദ്ധതികൾ ആദ്യത്തെ കുറച്ചെണ്ണം എടുത്ത് നോക്കുമ്പോൾ, നമ്മുടെ ഫസ്റ്റ് കുറച്ച് 5 ഇയർ പ്ലാനുകൾ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് വില്ലേജിനെ എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കാനുള്ള മോഹമുണ്ടായിരുന്നു. കാരണം ഗാന്ധി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഡെമോക്രാറ്റിക് പ്രോസസ്സുകൾ പലതും നടന്നതും ഗ്രാമീണ തലത്തിലാണ്. ഗ്രോത്ത് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഫോർ വുമൺ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്വയം സഹായ ഗ്രൂപ്പുകൾ, വേരിയസ് അതർ പ്രോഗ്രാംസ്, ഇതൊക്കെ ഹാവ് പ്ലേഡ് എ ഗുഡ് റോൾ ഇൻ ചേഞ്ചിങ് അവർ വില്ലേജ്. നമ്മുടെ ഗ്രാമങ്ങളെ മാറ്റിമറിക്കുന്നതിൽ ഇതൊക്കെ വലിയ പങ്ക് വഹിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് മെനി പ്രോജക്ട്സ് ഓൾസോ ഹെൽപ്ഡ് അവർ വില്ലേജസ് ടു ബിക്കം ദി ടെംപ്ലേറ്റ് ഫോർ നാഷൻ ബിൽഡിംഗ് എക്സസൈസ്. രാഷ്ട്ര നിർമ്മിതിയുടെ ആ ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇറായിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒരുപാട് പദ്ധതികൾ ഗ്രാമീണർക്ക് വേണ്ടി മാത്രമായിട്ട് മാതൃകവൽക്കരിച്ചു കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. ദി ഓർഗനൈസേഷൻ ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ഈസ് കാരിഡ് ഔട്ട് ഓൺ എ ലാർജ് സ്കെയിൽ. ഈ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയ വൻതോതില് പല ഗ്രാമീണരുടെയും പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പല അത്തരത്തിലുള്ള ഏജൻസികളുടെ സഹായം തേടിയുമൊക്കെയാണ്. The fact that the weekly markets in the neighboring villages existed, സമീപ ഗ്രാമങ്ങളിലെ കാഴ്ച ചന്തകൾ നിലനിന്നത് പോലും ഇൻ ട്രഡീഷണൽ ഇന്ത്യ പ്രൂവ്സ് ദാറ്റ്, പരമ്പരാഗത ഇന്ത്യയിൽ തെളിയിക്കുന്നത്, അതായത് there was dependence on towns, പട്ടണങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ഫോർ ഐറ്റംസ് നോട്ട് ലോക്കലി അവൈലബിൾ, പ്രാദേശികമായി ലഭ്യമല്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്. സച്ചാസ് അവിടെ ഗ്രാമങ്ങളിൽ സിൽവർ കിട്ടിയില്ല, ഗോൾഡ് കിട്ടിയില്ല, അവിടെ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പട്ടണങ്ങളെ പോകേണ്ടി വരും. കാരണം ഗ്രാമീണർക്ക് കല്യാണം നടത്തണമെങ്കിലൊക്കെ ഈ വെള്ളിയും സ്വർണ്ണമൊക്കെ വളരെ അവരുടെ ആചാരത്തിന്റെയും കസ്റ്റംസിന്റെ ഒക്കെ ഭാഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ വെഡിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തു, ഡിപ്പെൻഡൻസ് ഓൺ ടൗൺസ് ഫോർ ഐറ്റംസ് നോട്ട് ലോക്കലി അവൈലബിൾ സച്ച് ആസ് സിൽവർ, ഗോൾഡ്, which was essentially for wedding. The institution of weekly markets
സ്റ്റിൽ പ്രിവെയിൽസ് ഇൻ റൂറൽ ഇന്ത്യ. ആഴ്ചച്ചന്ത എന്ന സംവിധാനം ഇന്നും ഗ്രാമീണ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. റെഗുലർ മാർക്കറ്റുകൾ, ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ള അത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും പല ഗ്രാമങ്ങൾക്കും ഇല്ലാതിരിക്കാം. എന്തോ ആവട്ടെ, ദീസ് മാർക്കറ്റ്സ് നോട്ട് ഓൺലി സെർവ് റിക്രിയേഷണൽ ആൻഡ് സോഷ്യൽ പർപ്പസ്, അതായത് റിക്രിയേഷണൽ വിനോദവും സാമൂഹിക സംവിധാനങ്ങളും കൂടി ഈ കമ്പോളങ്ങൾ ഒരുക്കിയിരിക്കുന്നു.